C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒരു മംഗളകാര്യം നടക്കുന്നതിനിടയിൽ വന്ന് അലമ്പുണ്ടാക്കിയിട്ടുണ്ടല്ലോ. വിഷ്ണു ആരാണ് താൻ അറിയും. സത്യഭാമയുടെ മകൻ വിഷ്ണു. വിഷ്ണു അമ്മേ, ഇയാൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് അയാളെ വിടാനാ നിന്നോട് പറഞ്ഞത്. അമ്മേ വിടാൻ. ഈ കല്യാണം മുടങ്ങും. മുടക്കുന്നത് പക്ഷേ പോളച്ചനോ ഞാനോ ഒന്നും അല്ല, പ്രതിശ്രുത വധുവിന്റെ പുന്നാരനിയത്തി തന്നെ, നിന്റെ പ്രിയ പത്നി ശാലിനി. അതെ, നീ തന്നെ. മോഷണം മുതൽ കൊണ്ട് ചേച്ചിയുടെ പള്ളിക്കെട്ട് അങ്ങ് നടത്താന്ന് കരുതി നീ അല്ലടി? മോഷണം മുതലോ? നിനക്കൊന്നും അറിയില്ല അല്ലടി? അപ്പൊ പിന്നെ എന്റെ വീടിന്റെ ആധാരം എങ്ങനെയാടി പോളച്ചന്റെ ലോക്കറിനുള്ളിലായത്? എടി, ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ എടുത്ത് തരുമായിരുന്നു. വീടിന്റെ ആധാരമല്ല, 30-ന് പകരം 300 പവൻ. എന്തിനു വേണ്ടിയാണെങ്കിലും എന്റെ മരുമകൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നതിന്റെ കുറച്ചിൽ എനിക്ക് തന്നെ അടി. അതിനു പകരം എന്റെ വീടിന്റെ അലമാരേന്ന് എന്റെ വീടിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെക്കാനുള്ള നിന്റെ മിടുക്കുണ്ടല്ലോ. അതിനാ നിനക്കൊരു കുതിരപ്പാവൻ സമ്മാനമായി തരേണ്ടത്. അല്ല, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും മറ്റൊരു പേരുണ്ടെങ്കിൽ അത് കുടുംബശ്രീ ശാരദയാണെന്നല്ലേ സങ്കല്പം. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും ചേർന്ന് ചെയ്യുന്നതെല്ലാം കള്ളവും ചതിയും വഞ്ചനയും മാത്രം. ഇന്ന് വൈകിട്ട് 6 മണി വരെ അത്രയുള്ളൂ നിങ്ങൾക്കുള്ള സമയം. ഓർമ്മയുണ്ടാവണം, അത് കഴിഞ്ഞ് നിനക്ക് സത്യഭാമയുടെ വീട്ടിൽ പ്രവേശനമില്ല. മേലിൽ സത്യഭാമയുടെ മുതലിൽ കൈവെക്കുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടാവണം ഈ ശിക്ഷ. സത്യവതിയല്ലേ നിങ്ങളുടെ മകൾ? ഈ അഗ്നി പരീക്ഷ ജയിച്ചു വരാൻ പറയും, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അപ്പോ 6 മണി.
ബാക്കി പൊളിച്ചടുക്കിക്കോ ചേച്ചി. ഞാൻ ഏറ്റു മോളെ, ഇന്ന് നമ്മുടെ ദിവസമല്ലേ. ഛേ, രാജേശ്വരി ഇടപെട്ടതുകൊണ്ട് ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. ശാലിനി ഒരിക്കലും മോഷ്ടിക്കില്ല. അപ്പൊ എങ്ങനെയാ പോളച്ച, നിങ്ങളുടെ 30 പവനും 10 ലക്ഷവും കടലിൽ കളയാൻ പോവാണോ? കെട്ട് നടന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലേ? ഓർത്താ നിങ്ങക്ക് തന്നെ കൊള്ളാം. അല്ല, കൊള്ളാല നാടകം. എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നടന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്ന വലിയ ഉപകാരമായിരുന്നു. കായംകുളം കൊച്ചുണ്ണി, ഇത്തിക്കര പക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലൊരു കുടുംബത്തിൽ നിന്നാണോ എന്റെ മകൻ പെണ്ണ് കെട്ടണത്? അമ്മേ ഞാൻ പറയുന്ന പൊന്നെടുക്കാൻ പണമില്ലാത്ത വീട്ടിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് മുന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ. കട്ടും മോഷ്ടിച്ച് നടത്തുന്ന കല്യാണത്തിന് പിന്നാലെ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങാനേ ഈ വിജയലക്ഷ്മി സമ്മതിക്കില്ല. വിജയന്റെ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്. നീ മുൻകൈ എടുത്ത് ഈ വിവാഹം നടത്തുമെന്നാ ഞാൻ കരുതിയത്. ഒടുവിൽ നീ തന്നെ ഈ കല്യാണം മുടക്കി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.